സമയം രാവിലെ 9:30 ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നിഫ്റ്റിയിലൊരു എൻട്രി എടുത്തിട്ടുണ്ട്. പുട്ട് ഓപ്ഷനിലാണ് എൻട്രി എടുത്തിട്ടുള്ളത്. 23,700 പുട്ട് ഓപ്ഷനിൽ നമ്മൾ നോർമലി എന്ന് വാങ്ങണ പോലെ 2 ലോട്ട് തന്നെ വാങ്ങിയിട്ടുള്ളത്. നമുക്ക് ഇന്ന് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം ഒരു ഹാമർ ക്യാൻഡിലൊക്കെ തന്നിട്ട് 2 അപ്സൈഡ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ആദ്യത്തെ ക്യാൻഡിൽ സെക്കൻഡ് ക്യാൻഡിൽ ഒരു എൻട്രി എടുക്കാനുള്ള ഒരു വ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ CPR ഇത്തിരി വൈഡർ ആയതുകൊണ്ട് പിന്നെ അപ്സൈഡിലേക്ക് കയറി പോകുന്നതുകൊണ്ട് നമ്മൾ എൻട്രി അധികം കൺസിഡർ ചെയ്തില്ല. അവിടെ നിന്ന് റിജക്ട് ചെയ്താലോ എന്നുള്ള രീതിയിൽ. പക്ഷെ ഇപ്പോൾ CPR ബ്രേക്ക് ചെയ്തിട്ട് 2-3 ക്യാൻഡിൽസിന്റെ ഉള്ളിൽ നല്ലൊരു ബ്രേക്ക് ഔട്ട് വന്നിട്ട് അപ്സൈഡിലാണ് സപ്പോർട്ട് എടുത്തിട്ട് നിൽക്കണത്. അവിടുന്ന് താഴേക്ക് വരും എന്നുള്ള വ്യൂവിലായിരുന്നു നമ്മൾ എൻട്രി എടുത്തത്. ഏകദേശം നമ്മുടെ റിജക്ഷൻ ക്യാൻഡിൽ കാണിച്ചത് 9:24 ക്യാൻഡിലാണ്. സാധാരണ നമ്മൾ മാർക്കറ്റ് എൻട്രി അല്ല എടുക്കാറ്. പക്ഷെ ഇന്ന് ഞാൻ ചാടി കയറിയിട്ട് മാർക്കറ്റ് എൻട്രി എടുത്തു. കുറച്ച് അഗ്രസീവ് എൻട്രി ആയിരുന്നു ലിമിറ്റ് ഇട്ട് എടുക്കുന്നതിന് പകരം. ഇപ്പൊ 9:24 ക്യാൻഡിലിൽ റിജക്ഷൻ കാണിച്ചു വെച്ചെങ്കിൽ ആ ക്യാൻഡിലിന്റെ പ്രീമിയത്തിന്റെ ചാർട്ട് നോക്കിയിട്ട് അതിന്റെ ലോയിലാണ് എൻട്രി എടുക്കേണ്ടത്. പക്ഷെ ഇത്തിരി സ്പീഡിൽ എൻട്രി എടുത്തപ്പോൾ SL നമ്മൾ നോർമൽ ഇടുന്ന പോലെ 50 പോയിന്റ്സ് തന്നെ ഇട്ടിട്ടുള്ളത്. പക്ഷെ ഈ SL ഇറ്റാവാനുള്ള ചാൻസ് കൂടുതലാണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് നോക്കാം. ടാർഗറ്റ് എന്തായാലും ഒന്ന് ആഡ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ എപ്പോഴാണെങ്കിലും 1:3 അല്ലെങ്കിൽ 4ന്റെ അടുത്ത ടാർഗറ്റ് വെക്കാറ്. നല്ലൊരു മൂവ് വരെ വെച്ചാൽ അവിടെ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഇപ്പൊ ആ കൂടിയിട്ടൊരു ഒരു എക്സ്ട്രാ ഒരു നെഗറ്റീവ് എന്താന്ന് വെച്ചാൽ നമ്മുടെ റെസിസ്റ്റൻസ് സോണിൽ നിന്നൊന്നല്ല റിജക്ഷനിൽ നമ്മൾ എൻട്രി എടുത്തിരിക്കുന്നത്. ജസ്റ്റ് അതിന്റെ 2 സപ്പോർട്ടിന്റെയും നമ്മുടെ റെസിസ്റ്റൻസിന്റെ ഇടയിൽ ഉള്ള ഒരു ഏരിയയിൽ നിന്നാണ് നമ്മൾ റിജക്ഷൻ വന്നപ്പോൾ എൻട്രി എടുത്തത്. ഒരു പക്ഷെ നമ്മുടെ മുകളിലത്തെ സോണിലേക്ക് പോവുകയാണെങ്കിൽ SL ഇറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അത് മാത്രല്ല ഈ മാസം ഈ വീക്ക് ഞാൻ എടുത്ത 4 ദിവസം ഇന്നടക്കം ഇപ്പൊ 4ാമത്തെ ദിവസമാണ്. അതിന്റെ ഇടയിൽ ഒരു ദിവസം ഇന്നലെ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നില്ല, 21-ാം തീയതി. അതിന്റെ ദിവസം മുന്നത്തെ ദിവസം പിന്നെ ഓൾമോസ്റ്റ് ആ ദിവസത്തെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല. അതിന്റെ തലേ ദിവസം, അതായത് വീക്കിലി ട്യൂസ്ഡേ അതേപോലെ മൺഡേ ഈ ദിവസം എനിക്ക് സ്റ്റോപ്പ് ലോസ് തന്നെയായിരുന്നു കൂടുതൽ. ഈ വീക്ക് മുഴുവനായിട്ട് SL തന്നെയാണ്. ഈ ദിവസം കൂടെ ആയ ഓവറോള് നമ്മൾ ലോസിലേക്ക് പോവില്ല. കാരണം നമ്മൾ കഴിഞ്ഞ വീക്കിൽ നല്ലൊരു പ്രോഫിറ്റ് എമൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ആണ്. നമ്മൾ കോസ്റ്റ് ലോസിൽ എന്തായാലും നിൽക്കും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. SL അടിച്ചാലും കൂടിയിട്ട് ചെറിയതായിട്ട് ഒരു റിജക്ഷൻ ക്യാൻഡിൽസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എത്രത്തോളം ആണെന്ന് അറിയില്ല. നമ്മുടെ റെസിസ്റ്റൻസ് സോണിൽ നിന്നൊക്കെയാണ് റിജക്ഷൻ കിട്ടുന്നത് വെച്ചാൽ നമുക്ക് ഭയങ്കരമായിട്ട് കൺഫേം ചെയ്യണം, ഇനിയിപ്പോ പോകില്ല എന്നുള്ള രീതിയിൽ. പക്ഷെ ഇവിടുന്ന് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് കാണുന്നുണ്ട്. കാരണം നല്ലപോലെ DK വരുന്ന പോലെയാണ് ഓരോ ക്യാൻഡിൽസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് താഴേക്ക്. ഓപ്ഷൻ എപ്പോഴും പറയണ പോലെ ഓപ്ഷൻ ബയറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എവിടുന്നാണ് എൻട്രി എടുക്കുന്നത് അവിടുന്ന് തന്നെ അടുത്ത നെക്സ്റ്റ് അറ്റ് ദ മൊമെന്റ് ഓർ നെക്സ്റ്റ് ക്യാൻഡിൽ മുതൽ നമുക്ക് എന്തായാലും ടാർഗറ്റിലേക്കുള്ള ഒരു മൂവ് വരണം. അല്ലെങ്കിൽ അവിടെ SL ഇറ്റാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ആള് നോർമലി വെക്കണ പോലെയാണ്, കൂട്ടി വെച്ചിട്ടൊന്നും ഇല്ല SL. എന്തായാലും ഓൾമോസ്റ്റ് SLന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ SL ഇറ്റാ വെച്ച് നമുക്ക് എന്തായാലും അടുത്തൊരു കൺട്രിക്ക് കൂടി വെയിറ്റ് ചെയ്യാം ഇത് കഴിഞ്ഞതിന്റെ ശേഷം. നമ്മൾ എൻട്രി എടുത്ത് ഏകദേശം ഒരു 6 മിനിറ്റ് 5 മിനിറ്റ് ആവണുള്ളൂ. 9:29 ക്യാൻഡിലൊക്കെയാണ് നമ്മൾ എൻട്രി എടുത്തത്. ഇപ്പൊ 9:34 ആയിട്ടുള്ളൂ. ഇപ്പൊ 2 ക്യാൻഡിലും 3 ക്യാൻഡിലും കൊണ്ട് തന്നെ നമ്മുടെ SL ഓൾമോസ്റ്റ് ഹിറ്റ് ആയിട്ടാ അടുത്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ SL ഹിറ്റ് ആയിട്ടുണ്ട് എന്തായാലും. നമുക്ക് എന്തായാലും ഇനി അടുത്ത എൻട്രിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോ പലപ്പോഴും ഇങ്ങനെ SL ഹിറ്റ് ആകുമ്പോ പിന്നെ എനിക്ക് പലപ്പോഴും മൂവ് താഴത്തേക്കാണോ മുകളിലേക്കാണോ മൂവ് എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്. ചിലപ്പോ ആ ഒരു സെന്റിമെന്റ്സിന്റെ ആയിരിക്കാം, ഇമോഷൻസിന്റെ ഒക്കെ ആയിരിക്കാം. ഭയങ്കരമായിട്ട് ലൈവ് മാർക്കറ്റിൽ ഇരിക്കുമ്പോൾ വരുന്ന ഒരു ഇതുണ്ടല്ലോ, ഇമോഷൻസും എല്ലാം കൂടിയിട്ട് വരുമ്പോൾ അതിന്റെ ആയിരിക്കാം. ഞാനത് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. സമയം 9:52 ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആദ്യത്തെ SL അടിച്ചതിന് ശേഷം അധികം നേരം ഒന്നും ആയിട്ടില്ല. നമ്മൾ വീണ്ടും താഴത്തേക്കുള്ള ഒരു എൻട്രി തന്നെയാണ് കൺസിഡർ ചെയ്യണത്. സെയിം ഇത് തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 23,700 പുട്ട് ഓപ്ഷനിൽ തന്നെ. ഇപ്പോഴാണ് ലിമിറ്റ് ഓർഡർ ഇട്ടിട്ട് എൻട്രി
എക്സിക്യൂട്ട് ആയത് നമ്മുടെ എസ് എൽ അടിച്ച ആ ഒരു ക്യാൻഡിൽ ഉണ്ട്, അതിന്റെ ലെവലാണ് നമ്മൾ ഓൾമോസ്റ്റ് എൻട്രി എടുത്തത്. അവിടുന്ന് റിജക്ഷൻ താഴേക്ക് വരുന്നുള്ള രീതിയിൽ. പക്ഷെ നമ്മൾ എൻട്രി എടുത്തതിന്റെ ശേഷം വരുന്ന ഒരു ക്യാൻഡിൽ ഇതേപോലെ തന്നെ ഡിക്ക് ആണ്. റിജക്ഷൻ വന്നിട്ട് ഇനി അപ്സൈഡ് പോകണം. ഇപ്പൊ നമ്മൾ എടുത്തന്നെ ഇപ്പൊ ഓൾറെഡി ഇത്തിരി, ഇനിയിപ്പോ ഒന്ന് താഴേക്ക് വെച്ചെങ്കിൽ മാക്സിമം എൻ്റെ ഒരു വ്യൂവിൽ 98 പോയാൽ അത്രയും കൂടി സ്റ്റോപ്പ് ലോസ് നമ്മൾ നീട്ടിയിട്ടുള്ള പ്ലാനിലാണ്. പക്ഷെ കുറച്ചധികം ലോസ് ആയിരിക്കും. ഓവറോൾ ഇപ്പൊ ഈ വീക്ക് ഇന്നത്തെ ദിവസം അടക്കം നമ്മളെ ലൂസിലാണ്. ഇപ്പൊ ഇങ്ങനത്തെ ഇതില് നമുക്കൊന്നുമില്ല, വേറെ ഓവറായിട്ട് ഇമോഷൻസ് ഒന്നും വരാല്ലേ. കാരണം നമ്മുടെ ക്യാപിറ്റൽ ഒന്നും അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോകണില്ല, ഒന്നാമത്തെ റീസൺ. പിന്നെ ഉള്ള പ്രോഫിറ്റ് നമ്മൾ കൊണ്ടുപോയി കളയണു എന്നുള്ള രീതിയിലുള്ളൂ. അതും പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മളൊരു ട്രേഡറുടെ ഉത്തരവാദിത്തമാണ് എന്തായാലും. പക്ഷെ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ആ പ്രോഫിറ്റിനേക്കാൾ കൂടുതൽ നമ്മൾ എന്താണോ ഇമോഷണലി എടുക്കാണ്ട് എന്താണ് ഇവിടെ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുക, അതും കൂടി പഠിക്കാനുള്ള ഒരു ഇത് നോക്കുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട്. നമ്മള് നമ്മുടെ സ്റ്റോപ്പ് ലോസിന്റെ അടുത്തൊന്ന് മൂവ് ചെയ്ത് വെച്ചിരുന്നു എന്തായാലും. കാരണം നമ്മുടെ റെസിസ്റ്റൻസ് ലൈൻ ഒന്ന് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് താഴേക്ക് വന്നു. അപ്പോ എസ് എൽ എടുത്തിട്ട് തിരിച്ച് നമ്മുടെ ടാർഗറ്റ് ഏരിയയിലേക്ക് പോകുന്നുള്ള രീതിയിലുള്ള ഒരു വ്യൂ വന്നപ്പോഴാണ് ഞാൻ ഇത്തിരി കയറ്റി വെച്ചത്. പക്ഷെ ലോസ് വരുമ്പോൾ കുറച്ച് കൂടുതൽ ലോസ് വരുന്നു. എന്നാലും നമ്മുടെ കൺട്രോളിലുള്ള ലൂസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുഴപ്പമില്ല. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഏകദേശം എസ് എല്ലിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ ഓൾറെഡി ചെറിയൊരു ബ്രേക്ക് ഔട്ട് തന്നിട്ട് താഴേക്ക് വന്നായിരുന്നു. പിന്നെ അവിടെ കുറച്ച് നേരം റെസിസ്റ്റൻസ് എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു വീണ്ടും താഴത്തേക്ക് വരും, ആ ഒരു വ്യൂവിൽ നിന്നിടുന്നത്. പക്ഷെ വീണ്ടും ഒരു നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നപ്പോൾ വീണ്ടും നമ്മുടെ പ്രീമിയത്തിന്റെ അടുത്തേക്ക് ഏകദേശം 103 അടുത്ത് എത്തിയിട്ടുണ്ട്. ഒരു 106 റേഞ്ച് 102 വന്ന് നിന്നിട്ട് ഇപ്പൊ പ്രീമിയം അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഹിറ്റ് ആവാനുള്ള ചാൻസ് ഇനിയിപ്പോ അധികം ഇല്ല, പെട്ടെന്ന് തന്നെ ഹിറ്റ് ആവും. ഇങ്ങനത്തെ സാഹചര്യത്തിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ലോസ് ബുക്ക് ചെയ്തിട്ട് ഇറങ്ങുക. ഇപ്പോ ഓവറോൾ നമ്മള് നോക്കണ സമയത്ത് എനിക്ക് തന്നെ മന്ത്ലി, അതായത് മന്ത്ലി മുഴുവനായിട്ട് ലോസിൽ വന്നിട്ട് ലാസ്റ്റ് ഒരു 2-3 ദിവസം കൊണ്ട് ആ മൊത്തം ലോസ് കവർ ചെയ്തിട്ട് പ്രോഫിറ്റിലേക്ക് എത്തിയ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ആദ്യത്തെ 2 ആഴ്ചക്ക് നല്ല പ്രോഫിറ്റ് വന്നിട്ട് പിന്നീട് വരുന്ന വീക്കിലി 2 വീക്കോട് കൂടിയിട്ട് ലോസിലേക്ക് വന്നിട്ടുള്ള മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരിക്കലും ഒരു ദിവസം കൊണ്ട്, ഒരു 5 ദിവസം കൊണ്ട് ഒരു ട്രേഡറെ ആ ഒരു ഇതിന് നമുക്ക് ഇതാണ് എന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. എപ്പോഴും ലോങ് ടൈം നമ്മൾ ചിന്തിക്കുക എന്നുള്ള ഒറ്റ വ്യൂ മാത്രമാണല്ലോ അവിടെ. അപ്പൊ നമുക്ക് അത് ഈ ഇമോഷൻസ് ഒന്നും വർക്ക് ആവാണ്ടിരിക്കും. അല്ലെങ്കിൽ നമ്മൾ അയ്യോ ഇന്ന് നമുക്ക് ലോസ് ആയില്ലോ, ഇന്ന് നമുക്കൊന്ന് പ്രോഫിറ്റ് ആയല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇമോഷൻസ് കയറും. ഇന്ന് എന്തായാലും ലോസിൽ തന്നെ ഉള്ള ലോസ് കവർ ചെയ്തിട്ട് തന്നെ ഇറങ്ങണം എന്നുള്ള ഒരു വ്യൂ ഒക്കെ നമുക്ക് വരും. അപ്പൊ നമ്മൾ വീണ്ടും വീണ്ടും ഓവർ ട്രേഡ് ചെയ്യാൻ തോന്നും. അപ്പൊ ഞാൻ ആദ്യം ഒരു സമയത്ത് 7, 8, 10 ട്രേഡ് എടുത്ത ദിവസങ്ങളുണ്ടായിരുന്നു. മാക്സിമം 10, അതിന്റെ മുകളിലേക്ക് ഇതുവരെ പോയിട്ടില്ല എന്നാണ് എന്റെ ഓർമ്മ. പക്ഷെ ഇപ്പൊ മാക്സിമം 3 ട്രേഡ് ഒക്കെ ഇനി എടുക്കുള്ളൂ, അതിന്റെ മുകളിലേക്ക് എടുക്കാറില്ല. അപ്പൊ നമുക്കറിയാം 2 ട്രേഡാണ് മാക്സിമം. പിന്നെ ആ ഒരു ഇതും കൂടി വന്നാൽ മാത്രം ഒരു 3-മത്തെ ട്രേഡും കൂടി എടുക്കും. അപ്പൊ അതും കൂടി എസ് എൽ ഇറ്റാ വെച്ചെങ്കിൽ പിന്നെ അവിടെ ട്രേഡിങ് നിർത്തിപ്പോവും. എന്തായാലും നമ്മുടെ സ്റ്റോപ്പ് ലോസിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ സ്റ്റോപ്പ് ലോസിന്റെ അടുത്തേക്ക് വന്നതിന് ശേഷം വീണ്ടും ടാർഗറ്റ് ഏരിയയിലേക്ക് അല്ലെങ്കിൽ എൻട്രി എടുത്ത ഏരിയയിലേക്ക് പ്രീമിയം ഒന്ന് മൂവ് ചെയ്തിരുന്നു. കാരണം നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ബ്രേക്ക് ഔട്ട് റെസിസ്റ്റൻസ് തരാണ്ട് താഴേക്ക് വീണ്ടും വീണ്ടും ചെറിയ ചെറിയ ക്യാൻഡിൽസ് ആയിട്ടാണെങ്കിലും മൂവ് ചെയ്തിരുന്നു. പക്ഷെ വലിയൊരു പ്രീമിയത്തിൽ മൂവ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കൊന്നും നല്ലൊരു, അതായത് എൻട്രി എടുത്തതിന്റെ അപ്സൈഡിലേക്ക് പിന്നെ അവിടെ നിന്ന് ക്യാൻഡിൽസ് ഇതുവരെ പ്രീമിയത്തിന്റെ മൂവ് ചെയ്തിട്ടില്ല.
അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല എന്നുള്ള രീതിയിൽ ഇപ്പൊ മൂവ് ചെയ്യണത്. 117 നമ്മള് എന്റെ എടുത്തത് 120-22 റേഞ്ചിലാണ്. ഇപ്പൊ സ്റ്റോപ്പ് ലോസ് 103 കിടക്കുന്നത് പ്രീമിയത്തിന്റെ ചാർട്ടില്. അപ്പൊ ഇനി ഒരു നല്ല മൂവ് അപ്പ് സൈഡിലേക്ക് വീണ്ടും വരികയാണെങ്കിൽ, കാരണം അത്രയും നേരം എടുത്തിട്ടാണ് എൻട്രി മൂവ്മെന്റ് ഒന്നും തരാത്തത്. ഓവറോള് ഒരു 1 അവർ 1.5 മണിക്കൂറിന്റെ മുകളിലൊക്കെ ആയിട്ടുണ്ട് നമ്മൾ എൻട്രി എടുത്തിട്ട്. അപ്പൊ ഇനി നല്ല താഴത്തേക്ക് ഒരു ക്യാൻഡില്, സോറി സ്പോർട്സ് ചാർട്ടിൽ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ വരിക വെച്ചാൽ പ്രീമിയത്തിന്റെ ചാർട്ടിൽ എസ് എൽ ഇട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. പിന്നെ ഇപ്പോഴത്തെ പാറ്റേൺ ഏകദേശം നോക്കുമ്പോൾ ലാസ്റ്റ് നമ്മുടെ എക്സ്പയറി എന്ന്, അതായത് 19-ാം തീയതി ഡേറ്റിൽ ഉണ്ടായ അതേ ഒരു ക്രിയേഷൻ തന്നെയാണ് വരുന്നത് ചാർട്ടിൽ. അപ്പൊ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. എസ് എൽ അടിച്ചു വെച്ചെങ്കിൽ ഇവിടെ ക്ലോസ് ചെയ്ത് നമ്മൾ എന്തായാലും പോകുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ വീക്ക്, അതായത് ഈ വീക്ക് മുഴുവൻ നമുക്ക് ഫുൾ ലോസ് ആണ് എന്ന് വിചാരിച്ചിട്ട് നമ്മള് അത് കാരണം കൊണ്ട് നമ്മള് വേറെ ഇതിലേക്കൊന്നും ഇമോഷനിലേക്ക് പോകേണ്ട യാതൊരു ആവശ്യം വരില്ല. കാരണം ഞാനിപ്പോ എന്റെ എക്സ്പീരിയൻസ് വെച്ചിടത്തോളം ആദ്യത്തെ 2 വീക്ക് ഫുൾ ലോസ് ആയിട്ട് അവസാനത്തെ ഒരു വീക്ക് കൊണ്ട് പ്രോഫിറ്റ് ഫുൾ കവർ ചെയ്തിട്ട് പ്രോഫിറ്റിലെത്തിയ മന്ത്സ് ഉണ്ട്. ആദ്യത്തെ 2 വീക്ക് നല്ല പ്രോഫിറ്റിൽ പോയിട്ട് പിന്നീട് ലോസിലേക്ക് എത്തിയ മന്തുകളുണ്ട്. അത് മാർക്കറ്റിന്റെ ഇതും ഓവറോൾ നമ്മുടെ വ്യൂവിനൊക്കെ അനുസരിച്ചിട്ടിരിക്കും. അപ്പൊ ഇപ്പൊ ചില മാസങ്ങളിൽ നമുക്ക് ലോസ് ആവാം, ചില മാസങ്ങളിൽ പ്രോഫിറ്റ് ആവാം. അപ്പൊ ലോസ് വരുന്ന മാസങ്ങളിൽ പ്രോഫിറ്റ് എങ്ങനെ നെക്സ്റ്റ് മന്ത് കവർ ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ അതിനനുസരിച്ച് പ്രോപ്പർ ആയിട്ട് ട്രേഡ് ചെയ്യുക. പിന്നെ എപ്പോഴും ക്യാപിറ്റൽ എപ്പോഴും റേസ് ചെയ്യാൻ നോക്കുക. ഇപ്പൊ എന്റെ ഒരു ഇതിലാണെങ്കിലും നമ്മൾ ക്യാപിറ്റൽ റേസ് ചെയ്യുന്ന ഒരു ഇതായിട്ടാണല്ലോ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ചെറിയ ക്യാപിറ്റൽ വെച്ച് ചെറിയ ഇത് കിട്ടും. അപ്പൊ നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനെ എടുക്കാൻ നോക്കുമ്പോഴാണ് അവിടെ ഒരു ഇഷ്യൂ വരിക. അപ്പൊ എപ്പോഴും വലിയ ക്യാപിറ്റലിലേക്ക് മൂവ് ചെയ്യാൻ നോക്കുക, കണ്ടിന്യൂസ് ആയിട്ട്. അല്ലെങ്കിൽ ആ ഒരു പ്രോഫിറ്റിൽ പോണ ഒരു ബിഗിനർ ആണെങ്കിൽ കൂടി. ഇപ്പൊ നല്ലൊരു, ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ വന്നു സ്പോർട്സ് ചാർട്ടിൽ. പ്രീമിയം നല്ല പോലെ മനസ്സിലായി. ഇത് പെട്ടെന്ന് സെലിറ്റ് ആകാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം ഓവറോഡ് ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ ഇങ്ങനെയൊന്നും ക്യാൻഡിൽസ് വരേണ്ട യാതൊരു ചാൻസും ഇല്ല. സ്പോർട്സ് ചാർട്ടിൽ താഴേക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരേണ്ടതാണ് ഒരു ഓപ്ഷൻ ബയ്യറിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന രീതിയിലാണ് ക്യാൻഡിൽ വരുന്നത്. ഓക്കെ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട് എന്തായാലും. അപ്പൊ ഇനി നോക്കി നോക്കാം. ഇന്നിപ്പോ ഫ്രൈഡേ ആണ്, ഇനിയിപ്പോ മൺഡേ ആണ് അടുത്ത ഇത് വരുന്നത്. അതുവരെ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം.